أعوذ بالله من الشيطان الرجيم. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ സൂറത്ത് നൂർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഖുർആനിലെ 355 പേജ്, സൂറത്ത് നൂറിലെ 37 ആയത്ത് മുതൽ 43 ആയത്ത് വരെ ഒരു ഹോട്ട് ഫുഡ് മീനിങ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു അതിന് എനിക്ക് ശക്തി നൽകുമാറാകട്ടെ, അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് ഈ 1-ാമത്തെ ആയത്ത് 37-ാമത്തെ ആയത്ത് എല്ലാ ബിസിനസ്സുകാരും മനസ്സിലാക്കുക. ബിസിനസ്സുകാരെ, നിങ്ങളുടെ സമയം ഒരിക്കലും കൊല്ലരുത്. അള്ളാഹു തആല പറയുന്നു, റിജാലും ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ. പുരുഷന്മാർ ലാ തുൽഹീഹിം, അവരെ എന്താക്കിയിട്ടില്ല, അശ്രദ്ധരാക്കിയിട്ടില്ല. തിജാറത്തുൻ, കച്ചവടം, വലാ ബൈഉൻ, സെയിൽസും, അങ്ങനെ വിൽപ്പനയും ക്രയവിക്രയങ്ങൾ, വിൽപ്പനയും മറ്റുള്ള കാര്യങ്ങളൊന്നും ആ റിജാൽ പുരുഷന്മാരെ എന്താക്കിയിട്ടില്ല, അശ്രദ്ധരാക്കിയിട്ടില്ല. അൻ ദിക്രില്ല, അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന്, പള്ളിയിൽ ഹാജരാകുന്നതിൽ നിന്ന്, നമസ്കാരത്തിന് ജമാഅത്തിന് വരുന്നതിൽ നിന്ന്, വൈഖാമി സലാത്തി, നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്ന്, വഈതാഇ സകാത്തി, സകാത്ത് കൊടുക്കുന്നതിൽ നിന്ന്, യഖാഫൂന യൗമൻ, അവർ ഭയപ്പെടുന്നു, യൗമൻ, ഒരു ദിവസത്തെ, തതകല്ലബു, മറിച്ചു കളയുന്ന, ഫീഹി അൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും, വൽ അബ്സാറും, കാഴ്ചകളും മറിഞ്ഞു പോകുന്ന. ശരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പിന്നെ കല്ലാബ്, സയ്യാറത്ത് കല്ലാബ്. കല്ലാബ് എന്നുള്ളത് ഈ പദത്തിൽ നിന്ന് വന്നതാണ്. കല്ലാബ് പറഞ്ഞാൽ കീഴ്മേൽ മറിപ്പിക്കുക എന്നാണല്ലോ. അതിൻ്റെ ആ മുകൾ ഭാഗം അടിയിലേക്ക് ആക്കി മറിച്ചുകൊണ്ട് അത് തട്ടുന്ന, അല്ലെങ്കിൽ ആ രൂപം പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അതിന് ഇന്നെ കളിയാക്കാൻ ആരും വരണ്ട. അപ്പോൾ തതകല്ലബു യൗമൻ, തതകല്ലബു, ഇവിടെ ഖിയാമത്ത് നാളാണ് ഉദ്ദേശം. തതകല്ലബു ഫീഹി അൽ ഖുലൂബ്, ഹൃദയങ്ങൾ മറിഞ്ഞു പോകുന്ന, പിന്നെ ആ ഭാഗത്തേക്ക് എത്തൂല എന്നാണ് പറയുന്നത്. വൽ അബ്സാർ, കണ്ണുകൾ ഏത് സ്ഥാനത്തായിരുന്നു അവിടെ നിന്ന് പിന്നെ കണ്ണുകൾ അങ്ങോട്ട് എത്തൂല. അതായത് നേരത്തെ ഇപ്പം നമുക്ക് എല്ലാവർക്കും കണ്ണ് കാണുന്നുണ്ട്, അന്ന് പിന്നെ അതുപോലെ അല്ലാഹു തആല പറഞ്ഞതുപോലെ ജീവിക്കാത്തത് കൊണ്ട് പിന്നെ അവിടെ വെച്ച് കണ്ണ് കാണൂല എന്നാണ് അതിൻ്റെ ഉദ്ദേശം. വിശദീകരണം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്. അപ്പോൾ ഹോട്ട് ഫുഡ് മീനിങ് ആകൂല. റിജാലും, അവിടെ പെണ്ണുങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതിന് ഞാൻ കുറച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. പെണ്ണുങ്ങളെ പിന്നെ കാരണം പെണ്ണുങ്ങൾക്ക് അവരുടെ വീടാണ് ഉത്തമം, അവർ വീട്ടിൽ നിസ്കരിക്കുന്നതാണ് ഉത്തമം. അതുകൊണ്ട് പള്ളിയിൽ അവർ ഹാജരാകേണ്ടതില്ല. അതുകൊണ്ടാണ് റിജാലും വ നിസാഉൻ എന്ന് പറയാതിരുന്നത് എന്ന് ഖുർത്തുബിയുടെ തഫ്സീറിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ തന്നെ ഒരു തഫ്സീറിൽ ഖുർത്തുബി പറയുന്നുണ്ട്, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, യഅതി അലന്നാസി സമാനുൻ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, അന്ത്യനാൾ ഒരു കാലം വരാനിരിക്കുന്നുണ്ട്. ആ കാലം അന്ന് ഇസ്ലാമിൽ അതിൻ്റെ പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ വലാമിനൽ ഖുർആനിൽ നിന്ന് ഇല്ലാ റസ്മഹു, അതിങ്ങനെ എഴുതി വെച്ചത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മനുഷ്യന്മാർ ഖുർആനുമായിട്ടൊന്നും പ്രവർത്തിക്കൂല, അതിങ്ങനെ എഴുതി വെച്ച ആ റസ്മ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. യുഅമ്മിറൂന മസാജിദഹും, പള്ളികളൊക്കെ അവരുണ്ടാക്കും. വഹിയ മിൻ ദിക്രില്ലാഹി ഹറാബുൻ, എന്നാൽ അള്ളാഹുവിനെ പള്ളിയിൽ നമസ്കരിക്കാൻ അവിടെ ഹറാബായിരിക്കും, ആരും ഉണ്ടാവില്ല. ഷർറു അഹ്ലി ദാലിക സമൻ ഉലമാഉഹും, അന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ ഏറ്റവും വലിയ ഷെറ് എന്ന് പറയുന്നത് അവിടുത്തെ പണ്ഡിതന്മാരായിരിക്കും. പഠിച്ചോനെ, പണ്ഡിതന്മാരെ നമ്മൾ മനസ്സിലാക്കുന്നതൊന്നും ഞാൻ പറയണല്ല. ഉലമാഉഹും ഷർറു അഹ്ലി ദാലിക സമൻ, അന്നത്തെ കാലത്തെ ഏറ്റവും ഷർറായിട്ടുള്ള ആൾക്കാർ ഉലമാഉഹും, അവിടുത്തെ പണ്ഡിതന്മാരായിരിക്കും. മിൻഹും തഖ്റുജു അൽ ഫിത്ന, അവരിൽ നിന്നാണ് ഫിത്ന ഉണ്ടാവുക. വഇലൈഹിം തഊദു, ഫിത്ന അവരിലേക്ക് തന്നെ മടങ്ങിപ്പോകും. യാനി അന്നഹും യഅലമൂന, അതായത് പിന്നെ അതിൻ്റെ ഒരു വിശദീകരണം പറയാണ്, പണ്ഡിതന്മാർക്ക് അറിയാൻ സാധിക്കും. വല യഅമലൂന, അവർ പ്രവർത്തിക്കൂല. ബിവാജിബാതി മാ അലിമു, അവരെന്താണോ അറിഞ്ഞത് അതനുസരിച്ച് പ്രവർത്തിക്കൂല. അല്ലാഹു കാക്കട്ടെ നമ്മളെല്ലാവരെയും. സോറി, അങ്ങനെ പറഞ്ഞു പോയി. ലിയജ്സിയഹുമുല്ലാഹു, അല്ലാഹു തആല ലിയജ്സിയഹും, ഇത് ശരിയാവില്ല. ലിയജ്സിയഹുമുല്ലാഹു
അഹ്സന മാ അമിലു, അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുന്നതിന് വേണ്ടി, ലിയജ്സിയഹുമുല്ലാഹു അവർക്ക് അള്ളാഹു താല പ്രതിഫലം നൽകുന്നതിന് വേണ്ടി, അഹ്സന മാ അമിലു അവർ പ്രവർത്തിച്ചതിൻ്റെ ഏറ്റവും നല്ലത് എന്താണോ നമ്മൾ പ്രവർത്തിച്ച അതിനേക്കാളും ഏറ്റവും നിങ്ങൾ 100 ഏറ്റവും ഒരു പ്രവൃത്തി നിങ്ങൾക്ക് നല്ലതായി തോന്നിക്കണം, അതിലും ഏറ്റവും ഉത്തമമായത് അള്ളാഹു താല നിങ്ങൾക്ക് നൽകും. മാ അമിലു അവർ ലിയജ്സിയഹുമുല്ലാഹു അള്ളാഹു പ്രതിഫലം നൽകുന്നതിന് വേണ്ടി, അഹ്സന മാ അമിലു അവർ പ്രവർത്തിച്ചതിൻ്റെ ഏറ്റവും നല്ലതിന്, വയസീദഹും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും, മിൻ ഫദ്ലിഹി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ അള്ളാഹുവിൻ്റെ സമ്പത്തിൽ നിന്ന്. അള്ളാഹു യർസുഖു മൻ യശാ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് തിന്നാൻ കൊടുക്കും, ബിഗൈരി ഹിസാബ് യാതൊരു കണക്കും കഴിയില്ലാതെ. വല്ലദീന കഫറു എന്നാൽ സത്യനിഷേധികൾ, അഅ്മാലുഹും അവരുടെ പ്രവർത്തനങ്ങൾ, കസറാബിൻ ഒരു മരീചിക പോലെയാണ്, ബിഖീഅത്തിൻ മരുഭൂമിയിലുള്ള, യഹ്സബുഹു അതിനെ അവൻ വിചാരിക്കുന്നു, അല്ലംആനു ദാഹിച്ചു വലയുന്നവൻ വിചാരിക്കുന്നു, മാഅൻ വെള്ളാണെന്ന്, ഹത്താ ഇദാ ജാഅഹു എന്നിട്ട് അതിൻ്റെ അടുക്കൽ അവൻ ചെല്ലും, ലം യജിദുഹു അതിൻ്റെ അടുക്കൽ അവൻ കാണുകയില്ല, ശൈഅൻ ഒന്നും തന്നെ, വവജദല്ലാഹ അല്ലാഹുവിനെ കാണും, ഇൻദഹു അതിൻ്റെ അടുക്കൽ, ഫവഫാഹു എന്നിട്ട് അല്ലാഹു തആല അവന് നൽകും, ഹിസാബഹു അവൻ്റെ ഹിസാബ് കണക്ക്. അല്ലാഹു സരീഉൽ ഹിസാബ് അല്ലാഹു വളരെ പെട്ടെന്ന് ഹിസാബ് കൊടുക്കുന്നവനാകുന്നു. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഔക്കദുലുമാത്തിൻ ഇവിടെ കുറെ ആൾക്കാർ സത്യനിഷേധികൾ അല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ പ്രവർത്തിച്ചതിനെ കുറിച്ചൊക്കെ പലതും അവർക്ക് സ്വർഗമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പറഞ്ഞ് വാദിക്കുന്നുണ്ടല്ലോ. ആ വാദമൊക്കെ തെറ്റിപ്പോകും. ഇവിടെ വിശദീകരണം പറയുകയാണെങ്കിൽ ഔക്കദുലുമാത്തിൻ അല്ലെങ്കിൽ അന്ധകാരത്തിൽപ്പെട്ടത്, അന്ധകാരം പോലെയാണ് അവരുടെ പ്രവർത്തനം. ഫീ ബഹരിൻ ലുജ്ജിയും ആഴമേറിയ സമുദ്രത്തിലുള്ള, യവ്ശാഹു ആ സമുദ്രത്തെ മൂടിയിരിക്കുന്നു, മൗജുൻ തിരമാല, മിൻ ഫൗക്കിഹി മൗജുൻ ആ തിരമാലക്ക് മുകളിൽ തിരമാല, മിൻ ഫൗക്കിഹി സഹാബുൻ അതിന് മുകളിൽ സഹാബ് കാർമേഘം, ദുലുമാത്തുൻ ബഅ്ദുഹ ഫൗക ബഅ്ദിൻ ദുലുമാത്തുൻ ഇരുട്ടുകൾ, ബഅ്ദുഹ അവയിൽ ചിലത്, ഫൗക ബഅ്ദിൻ ചിലതിൻ്റെ മുകളിൽ, അങ്ങനെ ചിലതിൻ്റെ അട്ടിയായിക്കൊണ്ടുള്ള ഇരുട്ടായിരിക്കും. ഇദാ അഖ്റജ യദഹു അവൻ്റെ കൈ അവൻ അതിലേക്ക് ഇട്ടാൽ, ലം യഖദ് യറാഹ കാണാൻ സാധിക്കുകയില്ല. വമൻ ലം യജ്അലില്ലാഹു ആർക്ക് അല്ലാഹു തആല കൊടുത്തില്ലയോ, ലഹു അവൻ ആർക്ക് അല്ലാഹു തആല കൊടുത്തില്ലയോ, നൂറൻ അല്ലാഹുവിൻ്റെ നൂറ് ആർക്ക് ഉണ്ടാക്കി കൊടുത്തില്ലയോ, ഫമാ ലഹു മിൻ നൂരി അവൻ യാതൊരു പ്രകാശവുമില്ല. അല്ലാഹു സന്മാർഗത്തിലാക്കാത്തവൻ യാതൊരു വെളിച്ചവുമില്ല. ഇഹത്തിൽ അവൻ എത്ര തന്നെ സുന്ദരനാണെങ്കിലും. എം അക്ബർ സാഹിബ് മറുപടി കൊടുത്ത ആയത്താണ് ഇത്. മറ്റുള്ളവർ എന്താണ് പറയുക, യുക്തിവാദി എന്ന് പറയുന്ന യുക്തിയില്ലാത്ത വാദികൾക്ക് ഒക്കെ. അലം തറ അന്നല്ലാഹ, അപ്പോൾ ഇവിടെ നമ്മൾ ഇരുട്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനെ കളിയാക്കും, സമുദ്രത്തിൽ ഇരുട്ടില്ല എന്നൊക്കെ കളിയാക്കുന്നുണ്ട്. നമ്മളവിടെ ഇരുട്ടെന്നൊന്നും വിചാരിക്കേണ്ട, പക്ഷെ അതിൻ്റെയൊക്കെ നമ്മൾ മെഷീനറികളൊന്നും ഇല്ലാതെ സമുദ്രത്തിൻ്റെ അടിയിൽ പോയി നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതൊക്കെ അറിയാലോ. അലം തറ അന്നല്ലാഹ താങ്കൾ കണ്ടില്ലയോ, അന്നല്ലാഹ തീർച്ചയായിട്ടും അല്ലാഹു യുസബ്ബിഹു ലഹു അല്ലാഹു തആലക്ക് തസ്ബീഹ് ചൊല്ലുന്നു, മൻ ഫിസ് സമാവാതി വൽ അർദ് ആകാശഭൂമികളിലുള്ളത്, വത്തൈറു സാഫാത്തിൻ പക്ഷി അതിൻ്റെ ചിറക് വിടർത്തിക്കൊണ്ട് ആകാശത്ത് വട്ടമിട്ട് പറന്നുകൊണ്ടും അള്ളാഹുവിന് അല്ലെങ്കിൽ പറക്കാതെ വട്ടമിട്ടുകൊണ്ട് അല്ലെങ്കിൽ ചിറക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. കുല്ലും ഖദ് അലിമ സലാത്തഹു ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ആ വസ്തുക്കൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ജന്തുക്കൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും അറിയാം അവരുടെ പ്രാർത്ഥന, തസ്ബീഹു അവരുടെ തസ്ബീഹുകൾ. അല്ലാഹു അലീമാണ് ബിമാ യഫ്അലൂന അവർ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും അള്ളാഹു അറിയുന്നവനാണ്. വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ് ആകാശഭൂമികളിലുള്ള ആധിപത്യം അള്ളാഹുവിൻ്റെതാകുന്നു. വഇലല്ലാഹിൽ മസീർ അവസാനമടക്കം അള്ളാഹുവിലേക്കാണ്. അലം തറ താങ്കൾ കണ്ടില്ലേ, അന്നല്ലാഹ അല്ലാഹു തആല യുസ്ജി സഹാബൻ, അസ്ജ യുസ്ജി എന്ന് പറഞ്ഞാൽ നമുക്ക് കന്നുകാലികളൊക്കെ തെളിച്ചു കൊണ്ടുപോകുന്നത് പോലെ തെളിച്ചു കൊണ്ടുപോവുക, സഹാബൻ അല്ലാഹു തആല തെളിച്ചു കൊണ്ടുപോകുന്നു സഹാബൻ മേഘങ്ങളെ, സുമ്മ യുഅല്ലിഫു സംഘടിപ്പിക്കുന്നു, ബൈനഹു അവയെ സംഘടിപ്പിക്കുന്നു, സുമ്മ യജ്അലുഹു പിന്നെ അവയെ അല്ലാഹു തആല റുക്കാമൻ അട്ടിയാക്കുന്നു, ഫതറൽ വദ്ക അങ്ങനെ താങ്കൾക്ക് മഴയെ കാണാൻ സാധിക്കും. വദ്ക എന്ന മഴ അതിൽ നിന്ന് അവയിൽ നിന്ന് മഴ പുറപ്പെടുന്ന അർത്ഥം, യഖ്റുജു പുറപ്പെടുന്നു, മിൻ ഖിലാലിഹി അങ്ങനെ അല്ലാഹു തആല ഈ മേഘത്തെ തെളിച്ചു കൊണ്ടുപോയി അവയെ സംയോജിപ്പിച്ച് അട്ടിയാക്കി അതിൽ നിന്ന് മഴ പുറപ്പെടുവിക്കുന്നു, മിൻ ഖിലാലിഹി അവയിൽ നിന്ന്. വയുനസ്സിലു അതുപോലെ അല്ലാഹു തആല ഇറക്കുന്നു, മിനസ്സമായി ആകാശത്തു നിന്ന്, മിൻ ജിബാലിൻ ഫീഹ ആ ആകാശത്തുള്ള പർവ്വതങ്ങളെ പോലെ കൂമ്പാരമായി നിൽക്കുന്ന
മേഘങ്ങളിൽ നിന്നും അല്ലാഹു തആല ഇറക്കുന്നു മിൻ ബറദിൻ ആലിപ്പഴം ഫയുസീബു ബിഹി ആ ആലിപ്പഴം കൊണ്ട് എറിയുന്നു അല്ലെങ്കിൽ തട്ടുന്നു ബാധിക്കുന്നു മൻ യശാ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് വയസ്രിഫുഹു അത് തട്ടാതിരിക്കുന്നു അതിനെ അല്ലാഹു തആല തട്ടി മാറ്റുന്നു അമ്മൻ യശാ താൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് യകാദു സനാ ബർഖിഹി അതിൻ്റെ മിന്നൽ വെളിച്ചം ആവാറായി യദ്ഹബു ബിൽ അബ്സാർ കണ്ണുകളെ റാഞ്ചിയെടുക്കുന്നു സനാബർക്ക് മിന്നൽ വെളിച്ചം യദ്ഹബു ബിൽ അബ്സാർ റാഞ്ചി കൊണ്ടുപോവുക യുസീബു തട്ടുക മൻ യശാ താൻ ഉദ്ദേശിക്കുന്നവർക്ക് യസ്രിഫു തട്ടി മാറ്റുക യുനസ്സിലു ഇറക്കുക അൽ വദ്ക്ക് മഴ മിൻ ഖിലാലിഹി അവക്കിടയിൽ യുഅല്ലിഫു വേർപ്പെടുത്തും മുഅല്ലിഫ് പറഞ്ഞ ഒരു ഗ്രന്ഥം ഉണ്ടാക്കുക എന്നർത്ഥം സംയോജിപ്പിച്ചു യജ്അലുഹു റുക്കാമൻ അത് അട്ടിയായിക്കൊണ്ട് ഈ അസ്ജാ യുസ്ജി തെളിച്ചു കൊണ്ടുവരിക. പിന്നെ ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ മറന്നു റിജാലുല്ലാ തുൽഹീഹിം എന്നുള്ള അൽഹായുൽഹി എന്നുള്ളത് ഒരു മുഅത്തലായ ഫെയിലാണ്. അവിടെ ഒരു രസകരമായ ഒരു സർഫ് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഞാൻ. അൽഹ എന്നതാണ് മാദി അതിൻ്റെ പാസ്റ്റ് ടെൻസ്, അതിൻ്റെ യുൽഹി എന്നതാണ് അതിൻ്റെ പ്രസന്റ് ടെൻസ്. അതിൽ നിന്ന് തന്നെ തുൽഹി എന്ന് പറയുന്ന ഏകവചനമായ മുഅന്നസ് സ്ത്രീലിംഗമായ പദമാണ് അല്ലാഹു തആല അവിടെ ഉപയോഗിച്ചത്. എന്നിട്ടോ പിന്നെ തുൽഹി എന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ പ്ലസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ദമീറിൽ നിന്ന് ഹുവ ഹുമാ ഹും എന്ന പദത്തിനെ അവിടെ അല്ലാഹു തആല ചേർത്തു. അപ്പോൾ ഹും എന്നിടത്തുള്ള ഹാന്റെ ദം എടുക്കുക പോയി. അതാണ് അറബി ഭാഷയുടെ സൗന്ദര്യം. അറബി ഭാഷയ്ക്ക് സൗന്ദര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിമാറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സുഖകരമാക്കും. ഹും എന്ന പദത്തിൽ ദമ്മിനെ മാറ്റിയിട്ട് അതിനെ കെസ്റ് കൊടുത്തു, എന്നിട്ട് ആ തുൽഹി എന്ന പദത്തിലേക്ക് ചേർത്തു. അപ്പം നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ തുൽഹീഹിം എന്നാണ് ഓതുക. അതായത് ആ യാദ് അവിടെ എന്താണ് മദ് തബീയാണ്, രണ്ടക്ഷരത്തിൻ്റെ നീട്ടലാണ് അവിടെ ഉള്ളത്. അപ്പം അങ്ങനെയാണ് തുൽഹീഹിം എന്ന് വന്നത്. ഇൻഷാ അല്ലാഹ് ഇത് ഒരു പെട്ടെന്നുള്ള അർത്ഥം പറിച്ചു മാത്രമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സ്പീഡ് അപ്പ് മീനിങ്, കോട്ട് ഫൂട്ട് മീനിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.